അത് മുമ്പ് എന്തായിരുന്നു പറഞ്ഞ്? അല്ല, 25 ഡിസംബർ 26 പുതുവത്സര സമ്മാനം അങ്ങനല്ലേ പറഞ്ഞ്? നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് അന്നും പറഞ്ഞാണ്. നിങ്ങൾ ശരിയായ അർത്ഥത്തിലാണല്ലോ ചോദിച്ചത് ബിനു. അതെ, ക്ലാരിറ്റി. അപ്പോൾ നിലവിൽ അതിന് പ്രശ്നമില്ല. ഏതെങ്കിലും റീച്ചിൽ ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും ഭൂരിപക്ഷം നമുക്ക് ഒരു സംശയമില്ലാതെ മഹാഭൂരിപക്ഷവും നമുക്ക് 2025 ഡിസംബറിൽ തന്നെ പൂർത്തീകരിക്കാനാകും. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനാകും. എന്തായാലും ഈ പദ്ധതി മുടങ്ങാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള സന്തോഷ വിവരം നിങ്ങളോട് പ്രത്യേകം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഇതിൽ NH-66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ് കേന്ദ്ര മന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. ഒന്ന്, നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കർക്കശ നിലപാട് സ്വീകരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോവുക. 2, സമയബന്ധിതമായി ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക. ഇതിൽ സംസ്ഥാന സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഒപ്പമുണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചത്. ഇതാണ് ഒരു പ്രധാന പ്രശ്നം. പിന്നെ രണ്ടാമത്തത്, യഥാർത്ഥത്തിൽ അതും നിങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി പറയേണ്ടതാണ്. പുതിയ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിന് ലഭ്യമാക്കാനുള്ള നിർണായകമായ ചില തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ ഓരോ കാര്യത്തിലേക്കും കിടക്കുന്നില്ല. ഡിസംബർ മാസം 6 ഒട്ടേറെ പുതിയ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ ശ്രീ നിതിൻ ഗഡ്കരിക്ക് മുമ്പാകെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരുന്നു. ആ പദ്ധതികളൊക്കെ നമ്മുടെ നാടിൽ വലിയ ചലനം സൃഷ്ടിക്കുന്ന, ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന പദ്ധതികളാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനമാണ്. ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ് കേരളത്തിൻ്റെ ജനസാന്ദ്രത. അതുകൊണ്ട് തന്നെ വീതിയുള്ള റോഡ് എന്നുള്ളത് തമിഴ്നാട്ടിലോ കർണാടകയിലോ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ഒക്കെ പോലെ കേരളത്തിൽ അത്ര എളുപ്പമല്ല. എന്നാൽ കേരളത്തിൻ്റെ പ്രത്യേകത, ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ഇടവഴികളെ റോഡുകൾ ടാർ ചെയ്തിട്ടുണ്ട്. അത് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം വന്നതിൻ്റെ ഭാഗമാണ്, അധികാര വികേന്ദ്രീകരണം വന്നതിൻ്റെ ഭാഗമാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. നിങ്ങളിപ്പോൾ പല സ്റ്റേറ്റിലും ഈ ദില്ലി കേന്ദ്രീകരിച്ച് മാധ്യമപ്രവർത്തനം നടന്നുകൊണ്ട് യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങൾക്കറിയാം. നമ്മൾ മറ്റേത് സ്റ്റേറ്റിൽ പോയാലും, ഇപ്പോൾ യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല സ്റ്റേറ്റുകളിൽ പോയപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, ചെറിയ റോഡും പുറത്ത് നല്ല വീതിയുള്ള റോഡൊക്കെ ഉണ്ട്. പക്ഷേ പഞ്ചായത്ത് റോഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ റോഡാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ കേരളത്തെ ആയിരുന്നു വ്യത്യസ്തമാണ്. എന്നാൽ കേരളത്തിൻ്റെ പ്രശ്നം, നല്ല വീതിയുള്ള റോഡ് കേരളത്തിൽ അത്ര എളുപ്പമല്ല. അതിൻ്റെ പ്രധാന കാരണം കേരളം അത്രക്ക് ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പാത, ഒരു ദേശീയപാതയൊക്കെ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, അല്ലെങ്കിൽ വലിയ പാതകൾ വരണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാന പ്രശ്നമാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഭൂമി ഏറ്റെടുക്കലിൻ്റെ തുകയും കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കലിൻ്റെ തുകയും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഞെട്ടുന്നതാണ് കണക്ക്. ഞാനൊരു ഏകദേശ കണക്ക് നിങ്ങളോട് പറയാം. ഒരു ഹെക്ടർ ഭൂമി എടുക്കാൻ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ 2 കോടി രൂപയാണ് ചിലവെങ്കിൽ കേരളത്തിൽ ഒരു ഹെക്ടർ ഭൂമിക്ക് 1 കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 37 കോടിയോളം രൂപ വരുമെന്നാണ് ഇപ്പോൾ ഒരു ഏകദേശ കണക്ക് പറഞ്ഞത്. അത്ര ഡിഫറൻസാണ്. അപ്പോൾ ഇതൊരു വലിയ ടാസ്ക്കാണ്. ഭാവിയിൽ നമ്മൾ എങ്ങനെ പോകണം എന്നൊക്കെയുള്ള ഭാവിയിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാലും ഈ പരിമിതിയിൽ നിന്നുകൊണ്ടും ഭൂമി ഏറ്റെടുക്കലിന് എല്ലാ നിലയിലും നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പുതിയ പല പദ്ധതികളുമാണ് ഡിസംബർ മാസം 6, 2024 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കണ്ടപ്പോൾ മുന്നോട്ട് വെച്ചത്. അപ്പം അതിന് ചില പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് അന്ന് കേന്ദ്ര സർക്കാർ മന്ത്രി ശ്രദ്ധപ്പെടുത്തിയിരുന്നു. പുതിയ ദേശീയപാത പദ്ധതികൾ അനുവദിക്കുന്നതിനും നിലവിലുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഈ ചുരുങ്ങിയ സമയത്തിനകം, ഈ ഡിസംബർ 6 മുതൽ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഒത്തുകൂടുന്ന ഈ ദിനം വരെ, ജൂൺ മാസം, പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അതിൽ ഒട്ടേറെ വിഷയങ്ങൾ കേരള സർക്കാർ ചടുലമായി ഇടപെട്ട് തീരുമാനം കൈക്കൊണ്ടു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പദ്ധതികൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ GSTയും റോയൽറ്റിയും ഒഴിവാക്കിക്കൊണ്ട് മന്ത്രിസഭ തന്നെ തീരുമാനം കൈക്കൊണ്ടു. അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ആവശ്യം കൂടിയായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തികൾക്കായി
കേരളത്തിലെ നദികളിൽ നിന്നും ഡാമുകളിൽ നിന്നും ഡ്രഡ്ജ് ചെയ്ത് മെറ്റീരിയലുകൾ എടുക്കുവാൻ പൊതുവെ അനുമതി വേഗത്തിൽ നൽകാനുള്ള ഉത്തരവ് ഇറക്കി. നിലവിൽ ചെയ്യുന്നത് പോലെ തന്നെ പ്രവൃത്തി പുരോഗതി ഇടയ്ക്കിടെ നടത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിൽ അസിസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന ആവശ്യവും അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം, അതിൻ്റെ അഭിപ്രായം കേന്ദ്ര സർക്കാർ പറയുമ്പോൾ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിലെടുക്കുന്ന നിലപാടിനെ പ്രശംസിച്ചുകൊണ്ടാണ് അന്ന് പറഞ്ഞിരുന്നത്. അന്ന് വലിയ വാർത്തയായിരുന്നു അത്. അതുപോലെ തന്നെ ക്വാറി സാമഗ്രികളുടെ ലഭ്യതയ്ക്കുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ കേരള മൈനർ മിനറൽ കൺസെഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി. ഇങ്ങനെ ഡിസംബർ 6 എന്താണോ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടിയന്തരമായി കേരള ഗവൺമെൻറ് ഇടപെടേണ്ടത് അതൊക്കെ തന്നെ ചടുലമായി ഇടപെട്ടു, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെട്ടു. 2, 3, 4, 5 വർഷമായി സമയമെടുത്ത് ഇടപെടേണ്ട വിഷയം 6 മാസം കൊണ്ട് പരിഹരിച്ച് ഇടപെടാൻ വേണ്ടി പറ്റി. അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കുകയാണ്. അതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ട കാര്യമാണ്. ആ നിലയിൽ അടിയന്തരമായി അതിൽ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇടപെടാം എന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അതിന് ഒരു കട്ട് ഓഫ് ഡേറ്റും ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡാണ്. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് ജൂലൈ അവസാനത്തോടു കൂടി ഉത്തരവിറക്കാം എന്നുള്ളതാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ വന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള വളരെ പോസിറ്റീവായ ഒരു സമീപനം. തിരുവനന്തപുരം നിവാസികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നമ്മുടെ തലസ്ഥാന നഗരി എന്നുള്ള നിലയിൽ കേരളത്തിലെ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു പദ്ധതിയായി തിരുവനന്തപുരം ഔട്ടർ റിംഗ് പദ്ധതിക്ക് ഇപ്പോൾ കേന്ദ്ര അനുമതി ജൂലൈ മാസം അവസാനത്തോടു കൂടി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫൈനലായി മുന്നോട്ട് വരുമെന്നുള്ള ഉറപ്പാണെന്ന് ലഭിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പാലക്കാട് നിന്നും മലപ്പുറം വഴി കോഴിക്കോട് എത്തുന്ന NH 966 ഗതാഗത കുരുക്ക്. നിങ്ങളിൽ പലരും ആ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. പാലക്കാട് നിന്ന് ഇങ്ങനെ വന്ന് മണ്ണാർക്കാട് വഴി, അല്ല നമ്മുടെ ഇപ്പോൾ വരുന്ന റൂട്ടാണ് ഞാൻ പറഞ്ഞത്, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം അങ്ങനെയാണല്ലോ വരുന്നത്. കൊണ്ടോട്ടി എയർപോർട്ട് വഴി രാമനാട്ടുകര എത്തുന്നതിൻ്റെ 130 കിലോമീറ്ററാണ് പാലക്കാട് കോഴിക്കോട്. പക്ഷേ നമ്മൾ എടുക്കുന്ന സമയം നിങ്ങളൊന്ന് എടുത്തു നോക്കും. 4-5 മണിക്കൂറൊക്കെയാണ് ചിലപ്പോൾ ബ്ലോക്ക്. വീതി കുറഞ്ഞ റോഡാണ്. അതിനൊരു ഓൾട്ടർനേറ്റീവാണ് ഗ്രീൻഫീൽഡ് പാലക്കാട് കോഴിക്കോട്. ഇന്നത്തെ ചർച്ചയിൽ അത് പ്രധാനമായും ഉയർന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൽ മുൻപോട്ട് വെച്ച വിഷയങ്ങളൊക്കെ പരിഹരിച്ചതിൻ്റെ ഭാഗമായി ജൂലൈ മാസം അവസാനം പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അംഗീകാരം നൽകും എന്ന് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വളരെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു കാര്യമാണ്. കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് NH 744 ഇതുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങളുണ്ട്. ഇതൊക്കെ പരിഹരിച്ച് സെപ്റ്റംബർ മാസത്തിൽ കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡിന് പച്ചക്കൊടി വീശും. നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാകും. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നഗരമായ എറണാകുളത്തെ ഗതാഗത കുരുക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ടതില്ല. അതിന് ബദലായിട്ടുള്ള എറണാകുളം ബൈപ്പാസ്, ആ ബൈപ്പാസിന് തത്വത്തിൽ അംഗീകാരം കിട്ടി. ഒരു 6 മാസത്തിനുള്ളിൽ അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകും എന്ന തീരുമാനവും കേന്ദ്രമന്ത്രി ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായി അറിയിച്ചു എന്നുള്ളതാണ്.